നമസ്കാരം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 2024 ഡിസംബർ 30 മുതൽ 2025 ജനുവരി 1 വരെ ഖത്തറിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുമെന്ന വിവരം പുറത്തുവന്നതോടെ പലതരത്തിലുള്ള ചർച്ചകൾ ചൂടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യാതിഥിയായി ആരെത്തുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ജനുവരി 26 ദില്ലിയിൽ എത്തുമെന്നതായിരുന്നു നേരത്തെയുള്ള വാർത്ത. അതിനിടെയാണ് ഖത്തർ പ്രധാനമന്ത്രി എത്തുമെന്ന അഭ്യൂഹം. ഇതിന് കാരണമായത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ സന്ദർശനമാണ്. ജയശങ്കർ ഇന്ന് മുതൽ 3 ദിവസം ദോഹയിലുണ്ടാകും. നിർണായകമായ ചർച്ചകളിൽ ഭാഗമാകുകയും ചെയ്യും. ഈ വർഷം 4ാം തവണയാണ് ജയശങ്കർ ഖത്തർ സന്ദർശിക്കുന്നത്. 1 മാസത്തെ ഇടവേളയിൽ 2ാം തവണയും. 1 മാസത്തിനിടെ വീണ്ടും ഖത്തറിലേക്ക് പോകാൻ കാരണം റിപ്പബ്ലിക് ദിനമാണെന്നാണ് സൂചനകൾ. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. ഷായ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയാണ് ഖത്തറിന്റെ പ്രധാനമന്ത്രി. പലസ്തീൻ ഇസ്രായേൽ തർക്കത്തിൽ ഉൾപ്പെടെ മധ്യസ്ഥത വഹിക്കുന്നതിന് മുൻകൈ എടുക്കുന്നത് അദ്ദേഹമാണ്. പലസ്തീൻ വിഷയത്തിലെ രമ്യമായ പരിഹാരത്തിന് ലോക സമൂഹത്തിന്റെ പിന്തുണയും അദ്ദേഹം തേടിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലും ജൂണിലും എസ് ജയശങ്കർ ഖത്തർ സന്ദർശിച്ചിരുന്നു. ഇന്ത്യയുമായി സുശക്തമായ വ്യാപാര ബന്ധമുള്ള ഗൾഫ് രാജ്യമാണ് ഖത്തർ. 2023-24 സാമ്പത്തിക വർഷം $1408 കോടി ഇടപാടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയത്. ഖത്തറുമായി പുതിയ പ്രകൃതിവാതക കരാർ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുമുണ്ട്. അടുത്ത വർഷം ഇന്ത്യയിൽ ഇരു രാജ്യങ്ങളുടെയും സംയുക്ത യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഖത്തറിൽ ഈ വർഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 മുൻ ഇന്ത്യൻ നാവിക സേനാംഗങ്ങളെ മോചിപ്പിച്ചത് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. ഇതിൽ ഒരാൾ ഒഴികെ എല്ലാവരും ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് വേണ്ടി ചാരപ്പണ നടത്തി എന്നതാണ് 8 പേർക്കെതിരായ കുറ്റമെന്നും വാർത്തകൾ വന്നിരുന്നു. റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യാതിഥി ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ ആകുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഇന്ത്യ ക്ഷണിച്ചുവെന്നും മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നതുമായിരുന്നു വാർത്ത. ഇന്ത്യയുടെ ചീഫ് ഓഫ് നോവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഇന്തോനേഷ്യയിലേക്ക് പോകാൻ തീരുമാനിച്ചതും ഇതോടൊപ്പം ചർച്ചയായിരുന്നു. ഇന്തോനേഷ്യയിലെ സബാൽ തുറമുഖത്ത് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ ഇടയ്ക്കിടെ നങ്കൂരമിടാറുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് 700 കിലോമീറ്റർ അകലെയാണ് തന്ത്രപ്രധാനമായ ഈ തുറമുഖം. കംബോഡിയയിലെ റിയാം നാവികസേന ആസ്ഥാനത്ത് ചൈന സാന്നിധ്യം ശക്തമാക്കവേ ഇന്തോനേഷ്യയുമായുള്ള ബന്ധം ഇന്ത്യക്ക് നിർണായകമാണ്. ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാക്കുമെന്നായിരുന്നു വാർത്ത. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.